കൽദായ സഭയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ മാർ അപ്രേം അന്തരിച്ചു എന്ന വാർത്ത വരുന്നു. 85 വയസ്സായിരുന്നു. 28ാമത്തെ വയസ്സിൽ മെത്രോപൊലീത്തയായതാണ്. നൂറ്റാണ്ടിലേറെ കാലം സഭയെ നയിച്ചു. ജെയ്സൺ ചമോളപ്പിലുണ്ട്. ജെയ്സൺ, കൽദായ സഭയുടെ ബിഷപ്പ് ഡോക്ടർ മാർ അപ്രേമിൻ്റെ മരണവാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എപ്പോഴാണ് മരണം സംഭവിച്ചത്? എന്തായിരുന്നു അദ്ദേഹം സഭയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളിൽ ഓർമ്മിച്ചെടുക്കാനുള്ളത്? അരുൺകുമാർ, അല്പം മുമ്പാണ് ഭാരത സഭയുടെ കൽദായ സുറിയാനി സഭയുടെ ഭാരതത്തിൻ്റെ മെത്രോപൊലിത്തയായി ഏറെ കാലം അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം തൽസ്ഥാനം ഒഴികെയായിരുന്നു. ഇപ്പോൾ വിശ്രമത്തിലായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കൽദായ സുറിയാനി സഭയുടെ ഭാരതത്തിൻ്റെ ചുമതലയേൽക്കുന്ന ആദ്യ ബിഷപ്പ് എന്ന കൂടി പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. 28ാം വയസ്സിലാണ് അദ്ദേഹം ഈ ചുമതലയേൽക്കുന്നത്. 1968 ബാഗ്ദാദിൽ വെച്ച് അദ്ദേഹം കിഴക്കിൻ്റെ മെത്രോപൊലിത്തയായി ആദ്യം ചുമതലയേൽക്കുന്നത്. പിന്നീട് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് എത്തുന്നു. തൃശ്ശൂരാണ് ഇതിൻ്റെ ആസ്ഥാനം. ഈ ഭാരതസഭയുടെ ആസ്ഥാനം എന്ന നിലയിൽ തന്നെ തൃശ്ശൂരാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തൃശ്ശൂർ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ മത സംവിധാനങ്ങൾക്കും അപ്പുറത്ത് പൊതുസമൂഹത്തിൻ്റെ കൂടി വലിയ സ്വീകാര്യനായ വ്യക്തിയായിരുന്നു. അരുൺകുമാറിനെ അറിയുമായിരിക്കും. മാർ പൗലോസ് എന്ന് പറഞ്ഞ ഏറ്റവും വിഖ്യാതനായ ഒരു ബിഷപ്പിനെ കുറിച്ച് അരുൺകുമാറിനും ഓർമ്മയുണ്ടായിരിക്കും. ഇടത് ചിന്തകനായിരുന്നു, ഇടത് സഹയാത്രികനായിരുന്നു. അദ്ദേഹം വലിയ രീതിയിൽ സമൂഹത്തിൽ ഇടപെടലുകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് മാർ അപ്രേം ഇവിടേക്ക് എത്തുകയും പിന്നീട് ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. മാർ അപ്രേം അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പിൻഗാമി എന്ന് പറയാം. പൊതു വിഷയങ്ങളിൽ ഏർപ്പെടുന്നു. സാമൂഹികമായ നിരവധി പ്രസക്തമായ വിഷയങ്ങളിൽ ഇടപെടുന്നു. അതിൽ അഭിപ്രായം പറയുന്നു. അതിൽ കാര്യക്ഷമമായി ക്രിയാത്മകമായി ഇടപെടൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ നിരവധി പുസ്തകങ്ങളിലെ കൂടി കർത്താവ് കൂടിയാണ് അന്തരിച്ച മാർ അപ്രേം. സംസ്കാരം ഉടനെയില്ല. കാരണം ഈ സഭയുടെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരും മറ്റും വിദേശത്താണുള്ളത്. അവരൊക്കെ എത്തിയതിനു ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടക്കൂ. തൃശ്ശൂരിലെ പൗരസമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് മാർ അപ്രേം. തൃശ്ശൂർ സ്വദേശിയായിരുന്നു അദ്ദേഹം. ഡോക്ടർ മാർ അപ്രേം അന്തരിച്ചു. കൽദായ സഭ ആർച്ച് ബിഷപ്പായിരുന്നു. ജെയ്സനാണ് വിവരങ്ങൾ നൽകിയത്.